ഹവാല ഇടപാടുകളിലൂടെയും അഴിമതിയിലൂടെയും വിദേശത്തേക്ക് ലക്ഷക്കണക്കിന് രൂപ കടത്തിയെന്ന കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ അറസ്റ്റ് ചെയ്യാൻ ഇഡിയുടെ നീക്കം. ഇതിന് മുന്നോടിയായുള്ള ശക്തമായ സാമ്പത്തിക ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്ന തിടുക്കത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി. ആവശ്യമായ തെളിവുകളുടെ ലഭ്യത പൂർത്തിയാകുന്നതോടെ ഏത് നിമിഷവും വീണയുടെ കൈകളിൽ വിലങ്ങു വീണേക്കാം. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ പിണറായിയും അടുത്ത നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ വിശദമായ നിയമോപദേശങ്ങൾ തേടുന്നുണ്ട്. മുൻകൂർ ജാമ്യം എടുക്കാൻ വീണയ്ക്ക് കഴിയുമോ എന്നതാണ് ഇനി പരിശോധിക്കുന്നത്. വിദേശത്തേക്ക് 85 ലക്ഷം രൂപ അനധികൃതമായി ഹവാല മാർഗത്തിലൂടെ കടത്തിയെന്ന ഗുരുതരമായ കണ്ടെത്തലിൽ വീണയ്ക്കെതിരെ വിദേശ നാണ്യ വിനിമയ ചട്ടപ്രകാരം കേസെടുക്കാൻ ഇഡി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് സൂചനയുണ്ട്. എന്തായാലും ഡിജിറ്റൽ രേഖകളുടെ പൂർണ്ണ വിവരങ്ങൾ പരിശോധിച്ച ശേഷം പുതിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വീണയെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നാണ് സൂചനയും. എന്തായാലും വീണ ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരം നൽകിയില്ല എങ്കിൽ അതിനെതിരെ കേസെടുക്കുകയും ചെയ്യും. അതേസമയം PM മുഹമ്മദ് റിയാസിന്റെ അടുത്ത സുഹൃത്തുക്കളുടെ വീടുകളിലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇഡി റെയ്ഡ് നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ നിന്ന് കൂടുതൽ നിർണായകമായ രേഖകളും ഇഡിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വെച്ചായിരിക്കും അടുത്ത ഘട്ടത്തിലേക്കുള്ള ചോദ്യം ചെയ്യൽ. ഈ ഡിജിറ്റൽ രേഖകളുടെയും പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും സൂക്ഷ്മ പരിശോധന ഇപ്പോൾ ഇഡി ഓഫീസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റെയ്ഡുകളിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെയും ഇലക്ട്രോണിക് ഫോറൻസിക് പരിശോധന ഫലങ്ങളുടെയും വിലയിരുത്തൽ പൂർത്തിയായാൽ ഉടൻ തന്നെ ഇഡി വീണയ്ക്ക് നോട്ടീസ് അയക്കും. വീണയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനൊപ്പം തന്നെ മുഹമ്മദ് റിയാസിന്റെ മൊഴി രേഖപ്പെടുത്തിയേക്കാം. ഹവാല ഇടപാടിൽ നേരിട്ടുള്ള പങ്കാളിത്തം വ്യക്തമായാൽ റിയാസിനെയും കേസിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട്. അതേസമയം അന്വേഷണത്തിൽ ഇഡിക്ക് ലഭിച്ച ഏറ്റവും നിർണായകമായ തെളിവ് വീണയുടെ സ്വന്തം കൈപ്പടയിലുള്ള കുറിപ്പുകളാണ്. ഇതൊക്കെ തന്നെ വീണയ്ക്ക് കുരുക്കായി മാറുന്ന അവസ്ഥയാണ്. 20.05 കോടി രൂപയുടെ വലിയ സാമ്പത്തിക ഇടപാടുകളും ചെലവുകളും വീണ കൈപ്പടയിൽ എഴുതി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലാണ് ദുബായിലെ ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക് 85 ലക്ഷം രൂപ ഹവാലയായി കൈമാറിയെന്ന വിവരം വ്യക്തമായിരിക്കുന്നത്. വിശ്വസ്തരായ ചില ഇടനിലക്കാരെയും വ്യക്തികളെയും ഉപയോഗിച്ചാണ് ദുബായിലേക്ക് തുക കടത്തിയത്. റിസർവ് ബാങ്കിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഇത്തരം വലിയ തുക വിദേശത്തേക്ക് കൈമാറുന്നത് ഫെമ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമായതിനാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള നിയമവശങ്ങൾ അന്വേഷണ സംഘം വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. വീണയുടെ കുറിപ്പുകളിൽ പണം കൈമാറാൻ സഹായിച്ച ഇടനിലക്കാരുടെയും വ്യക്തികളുടെയും പേരുകൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ വ്യക്തികളെ ഉപയോഗിച്ച് കോഴപ്പണം വിദേശത്തേക്ക് കടത്തുകയായിരുന്നുവെന്നാണ് ഇഡിയുടെ പ്രാഥമിക നിഗമനം. എന്തായാലും കൈകളിൽ വിലങ്ങ് വീഴാതിരിക്കാൻ വീണ പ്രത്യേകം തന്നെ വഴി തേടുന്നുണ്ട്. ഇതിനായി നിയമോപദേശവും തേടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നിർണായകമായ രേഖകളാണ് ഇഡിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെളിവുകളെല്ലാം വീണയുടെ മുന്നിലിട്ടായിരിക്കും ഇനി ചോദ്യം ചെയ്യൽ നടക്കുക. മാസപ്പടി കേസിൽ വീണ വിജയന് കുരുക്കുമുറുകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. എന്തായാലും ബിസിനസ് വരുമാനമില്ലാതിരുന്നിട്ടും ലഭിച്ച വലിയ തുക, വീണയുടെ യഥാർത്ഥ വരുമാനമൊക്കെ നോക്കുമ്പോൾ ഇത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനമാണെന്ന് വ്യക്തമാണ്. ചോദ്യം ചെയ്യലിന് മുന്നോടിയായി സാങ്കേതിക തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി സിം കാർഡ് വിവരങ്ങളും ഇഡി നിരീക്ഷിച്ചു വരികയാണ്.